സന്തോഷകരമായ കുടുംബജീവിതം എന്ന് പറയാൻ പലർക്കും എളുപ്പമാണ്. കുടുംബജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഓരോരുത്തരും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു കാർ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് സങ്കല്പിക്കുക. ആ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ മുമ്പ് ആ കാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്താറ്, എന്തൊക്കെ ഉപയോഗിച്ചാലാണ് ആ കാറ് നല്ല നിലയിൽ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ആ കാറിലെ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കും. അത് മനസ്സിലാക്കാതെ നമ്മൾ ആ കാറിൽ കയറിയിരുന്നു കൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മെല്ലെ ഓടിക്കേണ്ട ഇടത്ത് ഫാസ്റ്റിൽ ഓടിക്കും. ഇൻഡിക്കേറ്റർ ഇട്ട് ഓടിക്കേണ്ട ഭാഗത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ ചിലപ്പോൾ ക്രോസ് ചെയ്യും. അപ്പോൾ അപകടം ഉണ്ടാകും. ബ്രേക്ക് ചവിട്ടേണ്ട ഇടത്ത് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. അപ്പോൾ ആ കാറ് പഠിക്കുമ്പോൾ നല്ലതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓരോ കാര്യങ്ങൾ കൊണ്ടും എന്തൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്, നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്നതിൻ്റെ മുമ്പ് എങ്ങനെയാണ് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി കുടുംബജീവിതം എന്ന ആ സുന്ദരമായ ആ മുഹൂർത്തത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, പരാതികൾ ഉണ്ടാവുകയില്ല. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഊഷ്മളമായ, മനോഹരമായ, നല്ല സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം നയിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ കാലെടുത്ത് വെക്കുന്നവർ അതിലേക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.